നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുന്ദരി പെണ്ണേ, ചുഞ്ചരി പെണ്ണേ, ചിച്ചാണി യാരത് ചെക്കൻ. ചിച്ചിട്ട് ചെക്കൻ ഇവ ചെക്കൻ പെണ്ണ് പൊന്നൂസ് വത്സലാമ്മ. യാരത് ഓക്കെ സുന്ദരിയേ. ഓക്കെ അമ്മ, ഓക്കെ ഒന്നങ്ങൾ പോയിക്കോ. അമ്മ എന്തോ പണി എടുത്തുകൊണ്ടിരിക്കണോ ഞാൻ വിളിച്ചു വരുന്നതാണ്. ഓക്കെ എന്താ പണി എടുക്കട്ടെ. അപ്പൊ എന്ത് പറയുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? കേട്ടാ മതി, എനിക്ക് ഞങ്ങളും സുഖമായിട്ടിരിക്കണം പൊളിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ മത്സരാമത്തെ ബാക്കിലുണ്ട്, അടിച്ചവരും ഓരോ പണിക്ക് എടുത്തോണ്ടിരിക്കണം. അമ്മ എന്ത് പറയുന്നു? ചാറ്റ് കൊടുത്താ ഓക്കെ ഓക്കെ നമ്മ നടക്കട്ടെ, പണി നടക്കട്ടെ. ഒരു മിറ്ററെ കുട്ടി ഇതൊന്ന് പറയട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തായാലും നമ്മളന്ന് ഫോട്ടോഷൂട്ട് നടത്തിയപ്പോൾ കുറെ പേര് പറഞ്ഞായിരുന്നു നമ്മളെ ഫോട്ടോസ് ഒക്കെ ഒന്ന് കാണിക്കണം കുറെ ഇൻസ്റ്റയിൽ മാത്രം ഇട്ടാ പോരാ, യൂട്യൂബിൽ ഇടണം, ഞങ്ങൾക്ക് ഇൻസ്റ്റ ഇല്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതെ, അപ്പോ എന്തായാലും അതിനെ പറ്റിയിട്ട് അല്ല ആ ഒരു കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുള്ളൂ. ആ കുറച്ച് ഫോട്ടോസ് എന്തായാലും ഞാൻ കാണിക്കാം അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കി നോക്ക്, ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്താ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മളെ ഇവ മോളുടെയും കിടുബേബിയുടെ എല്ലാവരും ഞങ്ങൾ പിന്നെ ഒരുപാട് ഇല്ല, കാരണം എന്തറിയോ, ഒരുപാട് ഫോട്ടോസ് നമ്മൾ ഒരേ ഒരു ഡ്രസ്സിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോ ഒരേ കളറിൽ കുറെ ഡ്രസ്സുകൾ അല്ല കുറെ ഫോട്ടോകള് അതിട്ട് ആകെപ്പാടെ അതെ ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഫോട്ടോ നമ്മൾ ആരും പോസ്റ്റ് ചെയ്യില്ല. പിന്നെ എന്തിനാ എടുക്കണം? ഞങ്ങൾ എല്ലാവരും ഇതുപോലെ ഞാനൊരു 2 ഫോട്ടോ എടുത്തിട്ടുള്ളൂ, ഇവള് 2-3 ഫോട്ടോ എടുത്തിട്ടുണ്ടോ, കിടുബേബി ഓമോളിയും വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് അതന്നെ ഒരുപാട് ഫോട്ടോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാനും പറ്റിയിരുന്നില്ല. അയ്യോ, ഇപ്പൊ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്നാമത് രാത്രി ആയതുകൊണ്ട് 2 പേരും ഭയങ്കര ഇതായിരുന്നു. പിന്നെ അത് ക്ഷീണം അവർക്ക്, അങ്ങനെ ഭയങ്കര കരച്ചിലും വേണം. അതിന്റെ കൂടെ കരണ്ട് പോക്ക്, അതിന്റെ കൂടെ ഞങ്ങളുടെ ഡോർ ലോക്ക് ആവും, വാതില് പുറത്തേക്ക് അടഞ്ഞിട്ട് തുറക്കാം. ഫുള്ള് തിരിപ്പായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അന്നൊരു വൈറ്റ് ടീഷർട്ട് ഇട്ടായിരുന്നു. അപ്പൊ അത് കുറെ പേര് പറഞ്ഞിരുന്നു മറ്റേ ഇടായിരുന്നു. എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോ എന്റെ പാത്രം ശ്രദ്ധിക്കണം വിചാരിച്ചു, അതങ്ങനെ എടുത്തു. ഓക്കെ, ഇന്നലെ നമ്മൾ അളിയന്റെ വീട്ടിലെ ഫോട്ടോഷൂട്ട് ആയിരുന്നിട്ട് അളിയനും നമ്മളിന്നലെ രാജുബ്രേട്ടനെ പോയിരുന്നല്ലോ, വീഡിയോ ഇട്ടിരുന്നു. അവരുടെ അവിടുത്തെ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ 2 ദിവസം കഴിഞ്ഞാലേ വരുന്നുണ്ടായിരിക്കുമല്ലോ. കാരണം ആ ഫോട്ടോഷൂട്ട് നടത്തിയ വീഡിയോ എടുത്തിട്ടുള്ളത് എൻ്റെ ഫോണിലാണ്. അപ്പോൾ അത് ഇന്നലെ ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ അവർക്ക് കോപ്പി ചെയ്ത് കൊടുക്കാൻ മറന്നുപോയി. എന്നിട്ട് പോന്നു. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളോട് പോകുന്നുണ്ട്. നമ്മളെ ഒരു വേറെ ലെവലായിരിക്കും ഇനി കുറച്ച് ദിവസങ്ങൾ. അപ്പൊ എന്തായാലും അതെ കുറച്ച് ദിവസം പൊന്നൂസിനെ എല്ലാവരും മിസ് ചെയ്യും. ഓക്കെ, ഞാനിവിടെ ഉണ്ടായിരിക്കില്ല കുറച്ച് ദിവസത്തിന്. അപ്പൊ എന്തായാലും പിന്നെ ഭയങ്കര മിസ്സിങ് ഓർക്കാർ പോലില്ല. ഓക്കെ, ചുമ്മാ പറഞ്ഞാൽ കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്ന എന്താണ് മനസ്സേ നല്ല. അപ്പൊ എന്തായാലും അവരവിടുത്തെ വീഡിയോ അതായിരുന്നു. അപ്പൊ എന്തായാലും നാളെ വൈകുന്നേരത്തെ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ പോകും. പിന്നെ അവിടെ ആയിരിക്കും ഞാൻ 2-3 ദിവസം എന്റെ അളിയന്റെ കൂടെയാണ്. എന്റെ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ എന്റെ അളിയന്റെ ഒപ്പാണ്. എന്തായാലും വേറെ ലെവൽ. അപ്പൊ എന്തായാലും അവരെ അവിടുത്തെ വീഡിയോസ് കണ്ടിച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നോക്ക്. നമ്മളെ ഫോട്ടോഷൂട്ട് നടത്തിയ ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ കണ്ടു നോക്കി നോക്ക് അല്ലേ? കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അപ്പൊ ആ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾക്ക് കാണിച്ചാൽ ബാക്കി പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നാളെ മറ്റന്നായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ അവസാനത്തേക്ക് കൊടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും ഓക്കെ, നിങ്ങൾ ഫോട്ടോസ് കണ്ടിട്ട് വാ. ഫോട്ടോസ് കണ്ടോ?
ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം അവരുടെ മനസ്സിക്കറിയാം, അവരുടെ മനസ്സാണ് ഞാൻ പറഞ്ഞത്. ആ ഓക്കെ. അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടല്ലേ, അപ്പൊ നമുക്ക് ഊഹിച്ചോട് അവർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പൊ എന്തായാലും ക്രെഡിറ്റ് ഫുള്ള് നമ്മളെ രാജു ബ്രോയ്ക്കാണ്. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇനി നമ്മളെ കുട്ടിയെ നമ്മളെ ഇവമോള് മുട്ടുകുത്തി ഇരിക്കാനായിട്ടില്ല, കൗന്ന് കടക്കേ ഉള്ളൂ. മുട്ടുകുത്തി തുടങ്ങിയോളൂ, അവർക്ക് ബാലൻസ് ചെയ്യാനുള്ള കുറച്ചുകൂടെ മുട്ടുകുത്താനുള്ള പരിശ്രമത്തിലാണ്. അതെ, മുട്ടുകുത്തുന്നുണ്ടാവും, പക്ഷെ പെട്ടെന്ന് വീണ് പോകും. ഒന്ന് മുട്ടുകുത്തി ഇരിക്കാറായി കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോഷൂട്ട് കൂടി നടത്തണം നമ്മളെ കുട്ടികളുടെ അല്ലേ. ഒരുപാട് പേര് നമുക്ക് അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് നടത്തണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ പേര് മെസ്സേജ് ഒക്കെ ചെയ്തിരുന്നു ഇൻസ്റ്റയില്. മാരേജ് റീക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വെഡിങ് ഷൂട്ട് നടത്താന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ എന്തായാലും നടത്തില്ല. നമുക്ക് നടത്താം. എന്തായാലും നമ്മൾ ഇപ്പത്തെ തിരക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട് പണി, ഇപ്പൊ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ആള് താമസിക്കുന്നത് നമ്മളവർ മാറിയിട്ടില്ല. അവർക്ക് 1 മാസം വരെ നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് വീട് മാറും. വീട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീട് പണി തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ വീടിന്റെ ഓരോ പണികളും ഞാൻ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തുടങ്ങി ഓരോ കാര്യങ്ങൾ ഇതായി കഴിഞ്ഞാൽ നമ്മൾ വീട് കൂടിയിരുന്നാലേ മറ്റേ ഒന്ന് ഫ്രീ ആവുള്ളൂ അല്ലേ. അതിന്റെ ഇടയിൽ ഇനി കുഞ്ചൂസിന്റെ പ്രസവം കാര്യങ്ങള്, അതെ കുഞ്ചൂസിന്റെ പ്രസവം കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യമായിട്ടും നമ്മൾ ഫുൾ ഹാപ്പി ആയി. ഞാൻ ഇന്നലത്തെ വീഡിയോയിലോ മിഞ്ഞാന്നത്തെ വീഡിയോയിലോ തോന്നുന്നു ഞാനൊരു കമന്റ് കണ്ടിട്ടോ. ഒരു ഇക്ക ഇട്ടിട്ടാണ് കമന്റ്, നിങ്ങളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് നിങ്ങളെ വീഡിയോ കാണുന്നതാണ്. അയാളൊരു പ്രവാസിയാണ് തോന്നുന്നു. അപ്പോൾ അയാൾ പറയുകയാണ് ആ കമന്റിൽ, അയാളല്ല ഞാൻ അന്നത്തെ കമന്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾ പറയണേ നിങ്ങൾക്കൊരു വീട് വേണമെന്ന് കമന്റ് ഉണ്ടായിരുന്നു അന്നൊക്കെ. മല്ലു ഫാമിലിക്ക് പൈസ കൂട്ടി വെച്ചിട്ട് നമുക്കെല്ലാവർക്കും പാടെ ഒരു വീട് കയറ്റി കൊടുത്താലോ എന്ന് തുടക്കത്തില് ആൾക്കാര് നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് കുറെ പേര് അങ്ങനെ കമന്റ് ചെയ്തിരുന്നു. മറ്റേ നമ്മൾക്ക് എല്ലാവർക്കും പാടെ പൈസ പിരിച്ചിട്ട് ഇവർക്കൊരു വീട് കയറ്റി കൊടുത്താലെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് അന്ന് കമന്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കമന്റ് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. ഇന്ന് നിങ്ങൾ തന്നെ ആരുടെയും സഹായം ഇല്ലാണ്ട് സ്വന്തമായിട്ട് യൂട്യൂബിൽ കൂടെ തന്നെയാണ്, പക്ഷെ എന്നാലും അങ്ങനെ ഉണ്ടാക്കി വീട് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഞാൻ നല്ല കണ്ടു. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ആ ഇക്കൊക്കെ നമ്മളെ വീഡിയോ തുടക്കം തൊട്ട് ഇപ്പം നമ്മളൊരു 475-76 വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് വീഡിയോ നമ്മളെ ഫോണിൽ നിന്ന് റിമൂവ് ആയി ഒരു 500 വീഡിയോൻ്റെ അടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറേ വീഡിയോ റിമൂവ് ആയി പോയിട്ടുണ്ട് നമ്മളെ കയ്യിൽ നിന്ന്. പഴയ വീഡിയോസൊക്കെ നിങ്ങൾ പഴയ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഇപ്പോൾ തിരഞ്ഞെ കിട്ടുന്നുണ്ടായിരിക്കില്ല, കാരണം കുറേ വീഡിയോസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും വീഡിയോസൊക്കെ അയക്കുന്ന കാണുന്നത് കൊണ്ടാണ് നമ്മളെ പറ്റിയിട്ട് അത്രയും അറിയുന്നത് എന്ന് അറിയുമ്പോൾ എനിക്കൊരു സന്തോഷം അല്ലേ. അല്ല പറയാ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ കേട്ടോ നമ്മൾ എന്തായാലും ഒരിക്കലും മറക്കൂല. അപ്പോൾ എന്തായാലും ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. തുടർച്ചയായിട്ടും നമ്മളെ വീട്ടിൽ സന്തോഷകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലമ്മ അമ്മ പണിയിലാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ജാടെന്നല്ല. ഇനിയിപ്പോൾ ചിലർ പറയും വത്സലാമ എന്താ മൈൻഡ് ചെയ്യാത്ത, അമ്മ അടിച്ചോരി തുടക്കിയ ഓരോ കാര്യങ്ങൾ ഇതാ കുടിക്കാനുള്ള വെള്ളം കിണർന്ന് കോരിക്കൊണ്ടുപോകണം, ഓരോ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് വേറെ ഒന്നും അല്ലല്ലോ മനസ്സിലായി. കിടു ബേബി ഇതാ മുറ്റത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ, എന്നാൽ ടാറ്റ അല്ലേ, ടാറ്റ.